ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്യതനായി സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നിത്യജീവൻ എങ്ങനെ പ്രാപിക്കണം. നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം? നാം ഓരോരുത്തരും പെന്തക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മ നിറവോടുകൂടി ഇന്നലെ ദേവാലയത്തിൽ നിന്നും തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്ന് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലെ കാര്യസ്ഥനായിട്ട് നാം സ്വീകരിച്ചിട്ടാണ് ആ ദേവാലയത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്നത് എങ്കിൽ ദൈവം നമ്മളെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരവും തരാതിരിക്കാനുള്ള സാധ്യത കാണുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അതിനായി നാം അവൻ്റെ വചനങ്ങളെ തുച്ഛീകരിക്കാതെ അവൻ്റെ വചനങ്ങളെ നാം നെഞ്ചോട് ചേർത്ത് നാം അത് സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ അളക്കേണ്ടതായ സമയം അടുത്തിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ദൈവം നമുക്ക് എല്ലാവിധ കൃപാവരങ്ങളും തന്നിട്ടുണ്ട്. നോമ്പ് നോൽക്കുന്നതിനും അതുപോലെ തന്നെ ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഒക്കെയും ദൈവം നമുക്ക് അനേക അവസരങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും നമ്മൾ ഗവനിക്കാതെ ഈ ലോക ജീവിതത്തിൻ്റെ തത്രപ്പാടിലേക്കുള്ള ആ ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും ആകൽക്കർത്തായുടെ പിടിയിലായി പോകുന്നത് എന്നുള്ളതൊക്കെയും നമുക്കറിയാമെങ്കിൽ തന്നെയും നമ്മൾ അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവനെ നമ്മുടെ കാര്യസ്ഥനായി സ്വീകരിക്കുകയോ ചെയ്യാത്തതിൻ്റേതായ പ്രത്യാഘാതങ്ങളാണ് ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 47 പ്രകാരം പറയുന്നു: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന്. ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 21-ാം അധ്യായം 33 പ്രകാരം പറയുന്നു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. നമ്മുടെ സമ്പത്തും സൗന്ദര്യവും എല്ലാം ഒഴിഞ്ഞു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവവചനം ഒരിക്കലും അത് ഒഴിഞ്ഞു പോകുകയില്ല. ദൈവശക്തി ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. ആയതിനാൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ കാര്യം എന്തെന്ന് പറയുന്നത്, ആ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 19-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു ഭാഗമുണ്ട്. ആ സക്കായിയെക്കുറിച്ചുള്ള ആ വേദഭാഗം. സക്കായി യേശുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവൻ മുമ്പോട്ട് ഓടി ആ മരത്തിൽ കയറിയിരിക്കുമ്പോൾ അവൻ്റെ ആ തീ ചോട്ടിൽ ചെന്നിട്ട് കർത്താവ് അവനെ പറയുന്നുണ്ട്: സക്കായിയെ ഇറങ്ങി വാ, എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ വസിക്കേണ്ടതുണ്ട് എന്ന്. അപ്രകാരം നാം ഓരോരുത്തരും യേശുവിനെ കാണുന്നതിന് വേണ്ടിയിട്ടോ യേശുവിന് വേണ്ടിയിട്ട് യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മിൽ എത്ര പേര് തയ്യാറാണ് എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക്, ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കാതെ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കില്ല. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ അവൻ്റെ വചനങ്ങളെ കൈക്കൊള്ളണം. അങ്ങനെ കൈക്കൊള്ളുന്നവന് മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു നിത്യതയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ സന്തോഷത്തിൽ നമുക്ക് അവനോടൊപ്പം അവൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിത്യജീവിക്കാൻ പ്രാപിക്കുവാനായി നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പ്രത്യാശ ഉണ്ടാകുകയുള്ളൂ. ഈ ലോക ജീവിതം സഫലമാകണമെന്നുണ്ടെങ്കിൽ തന്നെയും നാം എന്താണ് ചെയ്യേണ്ടത്? അവനിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. നാം വേദപുസ്തകം
വായിച്ച് ഗ്രഹിക്കുന്നതും ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനാണ് എന്ന് നമുക്കേവർക്കും അറിയാം. അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ചെയ്യുന്നില്ല എങ്കിൽ അത് വെറുതെ ആണ് എന്നുള്ള വിവരം നമ്മൾ മറക്കാതെ നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇതൊക്കെയും ചെയ്യുന്നുവെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കാര്യസ്ഥനായി നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് നയിക്കുവാനായിട്ട് നമുക്കേവർക്കും സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കാര്യസ്ഥനായി നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവൻ അവസരം കൊടുത്ത് അവൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഉപദേശത്തിലൂടെ അവൻ കാണിച്ചു തരുന്നതായ വഴിയിലൂടെ നാം മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.